തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ കീഴടങ്ങി. 5 പേരാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ആരൊക്കെയാണ് ഇവർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ തിരുവനന്തപുരത്ത് നിന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തിലെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ 1 മുതൽ 5 വരെയുള്ള പ്രതികളാണ് വഞ്ചൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഈ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശികളായ ഹക്കീം, നിഷാദ്, ഷെഫീഖ്, സെയ്ദ് അബ്ദുൽ സലാം, മാഹിൻ എന്നിവരാണ് ഈ പോലീസിൽ കീഴടങ്ങിയത്. ഈ തിരുനെൽവേലി സ്വദേശി ഉമറിനെയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. പോലീസ് പറയുന്നത് ഈ പിടിയിലാകുമെന്ന് ഉറപ്പായതോടെയാണ് ഈ പ്രതികൾ പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്നുള്ളത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ തട്ടിക്കൊണ്ടുപോയ യുവാവ് മുഹമ്മദ് ഉമർ തുടർച്ചയായി തിരുവനന്തപുരത്ത് എത്തുന്നതും ഈ സ്വർണ്ണക്കടത്ത് വിവരങ്ങളും തട്ടിക്കൊണ്ടുപോയ പ്രതികൾ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള ഹക്കീം ഈ വിമാനത്താവളത്തിന് സമീപം കട നടത്തുകയാണ്. ഇവിടെ സ്ഥിരം സന്ദർശകനായ ഈ യുവാവിന്റെ, ഈ ഉമർ, തിരുനെൽവേലി സ്വദേശിയായ ഈ ഉമറിന്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇവർ ഈ തട്ടിക്കൊണ്ടുപോകാൻ ഇത് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ്. ഈ സിംഗപ്പൂരിൽ നിന്ന് വിമാനത്തിലെത്തുന്ന സ്വർണം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനാണ് ഉമർ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും അന്ന് കൊണ്ടുവന്ന സ്വർണം ഈ കസ്റ്റംസ് പിടിച്ചതോടെ ഈ പദ്ധതി പൊളിയുകയാണ്. പക്ഷെ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ഇത് അറിയാതെ ഇയാളെ, ഈ ഉമറിനെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഈ സംഘാംഗങ്ങൾ, അതായത് ഈ 5-അംഗ സംഘം പോലീസ് കീഴടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.